ഹലോ കൂട്ടുകാരെ, ലെറ്റ്സ് ബി ആക്റ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഇതുവരെയാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു കാര്യം, എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനും അതിൻ്റെ വിന്നേഴ്സിനെയും നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതായിരുന്നു? ഇതിൻ്റെ ശരിയായ ഉത്തരം ആര്യഭട്ടയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നർ അഭിരാം PV ആണ്. ഇതേപോലെ നിങ്ങളും ഈ വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആദ്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയുടെ ഓർമ്മ ദിനം. ഭൂമിയെ പലതവണ നശിപ്പിക്കുവാൻ ശേഷിയുള്ള അണുവായുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ലോകത്താണ് ഇന്ന് നമ്മുടെ ജീവിതം. യുദ്ധത്തിന്റെ ദുരിതങ്ങൾ മനസ്സിലാക്കുവാനും യുദ്ധത്തിനെതിരെ പ്രവർത്തിക്കുവാനും പ്രവണത വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാനാണ് ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും ആചരിക്കുന്നത്. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ചോദ്യം 1. ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ഉത്തരം ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 9. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഏത് രാജ്യത്തെ സൈനികരാണ്? ഉത്തരം അമേരിക്ക. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു? ഉത്തരം 6.4 കിലോഗ്രാം. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരവും നീളവും എത്രയായിരുന്നു? ഉത്തരം 3 മീറ്റർ നീളവും 4400 കിലോഗ്രാം ഭാരവും. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ഉത്തരം എനോള ഗേ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം പോൾ W. ടിബറ്റ്. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ഉത്തരം ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം ക്യാപ്റ്റൻ മേജർ സ്വിനി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ്? ഉത്തരം രാവിലെ 8:15. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം അമേരിക്ക. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? ഉത്തരം പേൾ ഹാർബർ തുറമുഖം. ഈ വീഡിയോയിലെ 15 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യമാണ് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം ചോദ്യം വായിച്ച ഉടനെ തന്നെ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേര് കൂടി അതിനോടൊപ്പം കമന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ വിജയമായി പ്രഖ്യാപിക്കുകയുള്ളൂ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം അറിയാകുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന്റെ വിന്നറും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവും അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.